ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇതുവരെ ഇട്ടത് ഷോർട്സ് ആണ്. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ വെക്കേഷൻ ആയതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ മാമൻ്റെ വീട്ടിലാണ്. അപ്പോൾ അമ്മമ്മയും അച്ഛനും ആയിട്ടുള്ള ഒരു ദിവസം എടുക്കാമെന്നാണ് എൻ്റെ തീരുമാനം. അപ്പോൾ ഞാൻ ഇത് ആദ്യത്തെ വീഡിയോ തന്നെ ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ എണീച്ചപ്പോൾ ഫുള്ള് നല്ല തണുത്തൊരു അന്തരീക്ഷമായിരുന്നു. മഴ, ചെറിയൊരു കാറ്റ്, അതുപോലെ തന്നെ നല്ല തണുത്തൊരു അന്തരീക്ഷമായിരുന്നു. മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു രാത്രി. അപ്പോൾ അതുകൊണ്ട് തന്നെ മുറ്റത്തൊക്കെ നിറച്ചും വെള്ളമായിട്ട് നല്ല ഇഷ്ടപ്പെട്ടൊരു കാലാവസ്ഥയായിരുന്നു. അപ്പോൾ എടുക്കുന്ന ദിവസം തന്നെ നല്ലൊരു ദിവസം ആവുമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. പക്ഷെ ഫുൾ ബിസി ഡേ ആയിരുന്നു ഞങ്ങൾക്ക്. ഉണ്ടായത് തന്നെ ഫുൾ ബിസി ഡേ ആയിരുന്നു. അച്ഛൻ്റെ ഒപ്പം അമ്മമ്മയുടെ ഒപ്പം ഇരിക്കാൻ തന്നെ ഞങ്ങൾക്ക് പറ്റാത്ത രീതിയിലുള്ളൊരു ഡേ ആയിരുന്നു. പിന്നെ ഏതായാലും എടുത്തതല്ലേ വെച്ചിട്ട് ഞങ്ങൾ ഇടാൻ ഉദ്ദേശിച്ചതാണ്. അപ്പം ഞങ്ങളും അച്ഛനും രാവിലെ ഇത് എണീച്ചിട്ട് ഇത് പുറത്തേക്കൊക്കെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ എണീച്ചിട്ട് ഇങ്ങനെ പുറത്ത് നോക്കി നിൽക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ വീണ്ടും അച്ഛൻ ഒന്നും കൂടി നോക്കി. അപ്പം ഞാൻ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നതാട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാലത്തൊരു അന്തരീക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണെങ്കിൽ എൻ്റെ അമ്മമ്മയുടെ അച്ഛനും അമ്മയാണ് കേട്ടോ. വലിയ അമ്മമ്മയും വലിയ അച്ഛനും, മുത്തച്ഛനൊന്നും പറയില്ല. അപ്പോൾ അമ്മമ്മ രാവിലെ തന്നെ രാവിലത്തെ കടി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്താ ഉണ്ടാക്കുന്നത് വെച്ചാൽ വെള്ളയപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഓരോന്നേശം ഉണ്ടാക്കിയിട്ട് ഇടൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ പോയിട്ട് വീഡിയോ എടുക്കുമ്പോൾ മറ്റാൾ നോക്കണമൊക്കെ ഉണ്ട്. ഭയങ്കര ഫോമിൽ ഇന്ന് ചെയ്യാണ്. അപ്പോൾ വെള്ളയപ്പം ചെറുപയർ കറിയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അമ്മമ്മ പിന്നെ അങ്ങനെ കോമ്പിനേഷൻ ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കും, എന്നാലും ഞങ്ങൾ കഴിക്കാറുണ്ട്. അത് ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ചെറുതായിട്ട് ഇപ്പോഴും മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മമ്മ പറയുക കേട്ടോ. അപ്പം അമ്മമ്മ വളർത്തിയ ചെടികളൊക്കെ കാണിച്ചു കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് നോക്കി പറഞ്ഞ് ചൂണ്ടി കാണിക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ ചെടി ഒക്കെ കാണിക്കാൻ വന്നതാണ്. അമ്മമ്മയ്ക്ക് കുറേ കൃഷിയുണ്ട്. അമ്മമ്മ എന്ത് നട്ടാലും വേഗം വളരും, അങ്ങനെയാണ്. അപ്പോൾ കുറേ കൃഷികളുണ്ടായിരുന്നു. അപ്പോൾ അത് അച്ഛന് ചായ റെഡി ആയിട്ടുണ്ട്. അച്ഛൻ കുടിക്കാൻ പോവാ കേട്ടോ. അതിന് മുന്നേ എന്തൊക്കെ പറയുന്നുണ്ട് അച്ഛൻ. അമ്മമ്മനോട് പറയുക, രണ്ടുപേരും കൂടി നിന്ന് സംസാരിച്ചാൽ പിന്നെ തീരില്ല, അങ്ങനെയാണ്. അപ്പോൾ ദാ അവർ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അച്ഛൻ. അപ്പോൾ അവിടെ തന്നെ അമ്മ അനിയത്തി ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെ ഞാൻ എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് പുറത്തേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഉണ്ടായിരുന്നു. അപ്പുറത്തെ അടുത്ത വീട്ടിലത്തെ ഏത് ചേച്ചീനെ കണ്ടെന്ന് പറഞ്ഞിട്ടാണ് അമ്മ പറയുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഓട്ടോറിക്ഷയിൽ കയറ്റാൻ പറ്റിയില്ല അവരെ. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് എടപ്പാൾ പോകാനുള്ള ആവശ്യത്തിന് പോവുകയാണ്. അതിപ്പോൾ ഞങ്ങളവിടുത്തെ നാട്ടിലത്തുള്ള ബസ്സിൽ കയറി. ഈ ഒരു കാഴ്ച ബസ്സിൽ പോകുമ്പോൾ എനിക്ക് കാണാൻ ഇഷ്ടമുള്ള ഒരു കാഴ്ചയുണ്ട്. അപ്പോൾ നിങ്ങളെയും കൂടി അത് കാണിക്കണം എന്നുണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് കുറച്ച് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വീട്ടിൽ പോയത്. അത് കഴിഞ്ഞ് അതൊക്കെ എടുത്ത് ഞാൻ അനിയത്തി മാത്രമേ ഉള്ളൂ. അമ്മ വീട്ടിൽ നിന്നു, ഞാൻ അനിയത്തി മാത്രം പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്വന്തം വീടിൻ്റെ അടുത്തുള്ള ഇടവഴി. അപ്പോൾ ഇന്ന് അച്ഛൻ്റെ അമ്മമ്മയുടെ ഒപ്പം ഒരു ഡേ എടുക്കാൻ വെച്ചിട്ടായിരുന്നു. പക്ഷേ അവരുടെ ഒപ്പം ഒന്ന് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞാൽ ഇന്ന്. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ഞങ്ങൾ ഫുൾ ഡേ അവരുടെ ഒപ്പം തന്നെ ഇരുന്നു. അപ്പോൾ അങ്ങനെ അവർക്ക് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലണമെന്ന് വെച്ചാൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. സ്വർഗം കിട്ടിയ പോലെയാണ്. അതുപോലെ ഞങ്ങൾക്കും അത് അങ്ങനെ തന്നെയാണ്. അവരൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് സ്കൂള്. ഇവിടെ ഞാൻ 2 കൊല്ലം പഠിച്ചത്, +1 +2. അനിയത്തി ഇവിടെ തന്നെയാണ് കേട്ടോ. അപ്പം ഞങ്ങളിത് നടന്ന് പോവുകയാണ്. അപ്പോൾ അവിടെ കുറച്ച് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എന്തൊക്കെ മേടിക്കാനുള്ള കാരണമാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതെവിടെ എത്തി. ഈ ഒരു മരത്തിന് കാണിക്കുക കേട്ടോ. അത് നല്ല ഇഷ്ടപ്പെട്ട് ഞങ്ങൾക്ക്. നല്ല പൂവിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എൻട്രൻസിലേക്ക് കയറുകയാണ്. നല്ല രസമുള്ള സ്കൂളാണ് കേട്ടോ. നല്ല ദൂരം വരാനുണ്ട് ബസ് ഇറങ്ങിയിട്ട്. എന്നാലും എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു ഇവിടെ പഠിക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്തു കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇതാ ഞാൻ നേരെ ചൂണ്ടിക്കാണിക്കണം, അവിടെയായിരുന്നു എൻ്റെ CTB ക്ലാസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ഞാൻ അവിടെ കാണിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് തിരിച്ച് പോവുകയാണ്. ഞങ്ങളെ വകഞ്ഞൊരു കുറച്ച് ഷോ ഓഫ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ കത്തി മൂർച്ചം കൂട്ടുകയാണത് സംഭവം. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങളൊന്ന് വീഡിയോ എടുത്ത് നോക്കിയതാണ്. അപ്പോൾ ഞങ്ങളിത് നടന്ന് പോകണു.
ഇപ്പം ഈ ഭാഗത്തുള്ള ചെറിയ കടകളിൽ നിന്നൊക്കെ ഞാൻ പണ്ട് മിഠായിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് തിന്നിരുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ഈ ഇടവഴി കൂടെയായിരുന്നു പോയിരുന്നത് ഫ്രണ്ട്സിൻ്റെ ഒപ്പം സംസാരിച്ചിട്ട്. ഞങ്ങളൊരു 3 ഫ്രണ്ട്സായിരുന്നു കൂട്ട്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഇതേനായിരുന്നു സംസാരിച്ച് പോയിരുന്നത്. ഇവിടെ ഒരു അച്ഛൻ്റെ ഒരു കട ഉണ്ട്. ആ അച്ഛൻ ഞങ്ങൾക്ക് എന്നും മിഠായി തന്നിരുന്നു. അപ്പോൾ വീട്ടിൽ പോയി അത് പറയുമ്പോൾ വീട്ടുകാർക്ക് അങ്ങനെ കേൾക്കണത് ഇഷ്ടമല്ല. അവരുടെ അടുത്ത് നിന്ന് എന്തിനാണ് മേടിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നു. പക്ഷെ ആ അച്ഛൻ ഒരു പാവമായിരുന്നു. ഈ ഒരു കടയിലായിരുന്നു, പൂട്ടി കിടക്കുന്ന കടയിലായിരുന്നു ആ അച്ഛൻ ഇരുന്നിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നെസ്റ്റോയ്ക്ക് പോയി. എടപ്പാളിലുള്ള നെസ്റ്റോയ്ക്ക് ഞങ്ങൾ പോയി. അവിടേക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോവാറുള്ളതായിരുന്നു. അപ്പോൾ ഞാനും അനിയത്തിയും കൂടിയിട്ട് ഫസ്റ്റ് ടൈമാണ് പോണത്. അപ്പോൾ ഞങ്ങൾ പോയി നെസ്റ്റോ ഇവിടേക്ക് പോകാൻ വെച്ചിട്ടായിരുന്നു, യൂസ്റ്റോ കയറാൻ വെച്ചിട്ടായിരുന്നു. ഞങ്ങൾ ഡ്രസ്സ് എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ ഡ്രസ്സൊന്നും കിട്ടിയില്ല. നല്ല ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ല. ഞാൻ മേടിച്ചില്ല. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ജ്യൂസ് കഴിച്ചു. ഞാൻ പൈനാപ്പിൾ ജ്യൂസും അവൾ മുന്തിരി ജ്യൂസായിരുന്നു കഴിച്ചിരുന്നത്. പിന്നെ ഒരു കട്ട്ലൈറ്റും. അത് കഴിഞ്ഞ് ഹൈപ്പർ മാർക്കറ്റിൽ കയറിയപ്പോഴാണ് ഇത് കാണുന്നത്. കഴിഞ്ഞ് ഞങ്ങൾ മാമൻ്റെ വീട്ടിലെത്തുമ്പോൾ നല്ല നേരം വൈകി. അപ്പം ഞങ്ങൾക്ക് വേണ്ടി ഒരാൾ കാത്തിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ തന്നെ നോക്കി നോക്കൂ, അച്ഛച്ചൻ്റെ കേട്ടോ. അവിടെ ഞങ്ങൾ വരണം, ഞങ്ങൾ ഒളിച്ചിന്ന് കുറച്ച് നേരം, എന്നാലും ഞങ്ങൾ കണ്ടു. എന്നിട്ട് കണ്ടപ്പോൾ ഇരുന്ന് ചിരിക്കുക ആൾ. അപ്പോൾ വന്ന് അനിയത്തി ഫുഡ് കഴിച്ചു, രാവിലത്തെ ഉണ്ടായിരുന്നത് കഴിച്ചു. അപ്പോൾ എനിക്ക് വിശക്കുമ്പോൾ എനിക്ക് അങ്ങനത്തെ കഴിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഈ വല്ല ഫ്രൂട്ട്സ് ഐറ്റംസാണ് എനിക്ക് കൂടുതലും താല്പര്യം. അപ്പോൾ അമ്മമ്മ അത് അറിയാം അമ്മമ്മയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മമ്മ അതാ കൊടുന്നത്. അപ്പോൾ അമ്മമ്മയും ഞാനും കൂടിയിട്ട് അതിരുന്ന് തിന്നാണ് കേട്ടോ. അപ്പം അമ്മമ്മ വീഡിയോയിൽ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അമ്മമ്മനോട് ഞങ്ങൾ പറഞ്ഞു കൊടുത്തു, വീഡിയോയിൽ സംസാരിക്കട്ടെ അമ്മമ്മ പറഞ്ഞിട്ട് കൊടുത്തിട്ട്. അപ്പോൾ അമ്മമ്മ വെച്ച് സംസാരിച്ച് തരുമ്പോൾ അമ്മമ്മയ്ക്ക് നാണക്കേട്, അമ്മമ്മയുടെ പല്ല് പൊന്തി എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മമ്മയ്ക്ക് എല്ലാരും ലൈക്ക് കൊടുക്കിട്ട് എന്റെ കുട്ടിക്കിട്ട. പിന്നെന്താ പറയണ്ടേ, സബ്സ്ക്രൈബ് ചെയ്യട്ടാ. പിന്നെന്താ, എനിക്ക് പല്ലായിട്ട് പറയാൻ വയ്യ. ഇനി പോയി വന്നതിൻ്റെ ക്ഷീണമൊക്കെ തീർക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ കിടന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ അച്ഛൻ കടയിൽ പോയി വരുമ്പോൾ ഞങ്ങൾക്ക് കടല വാങ്ങിച്ചു കൊടുന്നു കേട്ടോ. അപ്പോൾ ആൾ ഇത് കൊടുന്ന് തരിക കേട്ടോ. അപ്പോൾ എനിക്ക് കടല നല്ല ഇഷ്ടമാണ്. അപ്പോൾ അനിയത്തിക്ക് പല്ല് ക്ലിപ്പ് ഇട്ടുകൊണ്ട് അവൾക്കത് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരെണ്ണം ഒറ്റയ്ക്ക് തന്നെ ഞാൻ കഴിക്കേണ്ട അവസ്ഥയാണ്, രണ്ടും കഴിക്കേണ്ട അവസ്ഥ തന്നെയാണ്. അപ്പോൾ അച്ഛൻ ഒന്നോളം രണ്ടും കൊടുത്തപ്പോൾ ഒരെണ്ണം എൻ്റെ കൈക്ക് എക്സ്ട്രാ വെച്ച് തന്നതാട്ടോ. അപ്പം അങ്ങനെ അച്ഛന് വീഡിയോ ഒക്കെ എടുക്കണം നല്ല ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ കടല ഇനി തിന്നട്ടെ. അപ്പോൾ ഈ കടലയാണ്, എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ കടല. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ചോറാണ് അവിടെ ഇരിക്കുന്നത്, എന്നെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ നോക്കിയായിരുന്നു. അപ്പോൾ ഞാൻ ഗുഡ് നൈറ്റ് പറയാ ചേച്ചേ. ഗുഡ് നൈറ്റ്. ഒന്നും കൂടിയോ? ഗുഡ് നൈറ്റ്. നീ ഗുഡ് നൈറ്റ് പറയണ? വേണ്ട. കണ്ണില്ലാത്തതിന് നോക്കിയ കണ്ണൊക്കെ അളന്നിട്ടുണ്ട്.